ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചണിലേക്ക് സ്വാഗതം. കിടിലനൊരു ചിക്കൻ ലെഗ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കാണാൻ സൂപ്പറാണ്, അതിലും ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ചോറിനോടൊപ്പവും അതുപോലെ തന്നെ പലഹാരങ്ങളായ ചപ്പാത്തി, പൊറോട്ട, നൂൽപുട്ട്, പത്തിരി എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു 4 പീസ് ചിക്കൻ ലെഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉള്ളിലേക്കൊക്കെ ശരിക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടിയായിരുന്നു, കശ്മീരി ചില്ലി പൗഡറൊന്നും അല്ല, സാധാ മുളക് പൊടി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരച്ചെടുത്തത് 1/2 ടീസ്പൂൺ. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നമ്മളിപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് മിനിമം ഇതുപോലെ അങ്ങ് മസാല പുരട്ടി വെക്കണം. അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 3 ചെറിയുള്ളി തൊലി കളഞ്ഞതും, പിന്നെ അതിലേക്ക് ഒരു 2-3 പിടി തേങ്ങ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 2-3 പിടി ഇടാം. ഞാനിപ്പോൾ ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽ മുളക്, 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഒരെണ്ണം എടുത്തുള്ളൂ. നമുക്കിത് നല്ലപോലെ അങ്ങ് ചതച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ചതച്ചാൽ മതി. ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായപ്പോൾ അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഒഴിച്ചിട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും, ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് തീ കൂട്ടിയും വെക്കേണ്ട, കുറച്ചും വെക്കേണ്ട. ഒരു വശമാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം അതിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ വേവിക്കാൻ. മൂടി വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ബാക്കി മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എണ്ണ മാറ്റി വെച്ചിരുന്നു, എന്നിട്ടാണ് ഈ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ ശരിക്കും ആ ഒരു രുചി നമ്മുടെ ചിക്കനിൽ വരണം. അതിനായിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഏകദേശം 3-4 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ആ ഒരു നാടൻ രുചി, ആ ഒരു നാടൻ സ്മെല്ലാണ് വരുന്നത്. നല്ല ആ ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ ആ വേപ്പിലയുടെയൊക്കെ മണം ശരിക്കും നമ്മുടെ ചിക്കനിന് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് റെഡിയായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം പോലെയുണ്ട്, ഒന്നും കൂടി വറ്റി കഴിഞ്ഞാൽ നമുക്കിത് ഡിഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു ഡിഷ് ആർക്കും തയ്യാറാക്കാം. അത്രയും ടേസ്റ്റാണ്, കാണാനും നല്ല സൂപ്പറാണ്. ഒരു നാടൻ ഫ്ലേവേഴ്സാണ് ഇതിലുള്ളത്. ഈ ഒരു തേങ്ങയുടെ അരപ്പ് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, അല്ലെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ ലെഗ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി.